പടയണി ചിന്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഭാഗ്യനാഥ് എഴുമിറ്റു. സാധാരണ പടയണി നടക്കുന്ന സ്ഥലങ്ങളെ പടയണിക്കരകൾ എന്നാണ് പറയാറുള്ളത്. കര എന്ന വാക്ക് പടയണിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ നാം ഒരു കാര്യം കൂടി അറിയണം. കര എന്ന വാക്ക് പുഴയുടെ കര അല്ലെങ്കിൽ നദിയുടെ കര, ഇതിലൊന്നല്ലേ നാം ഉദ്ദേശിക്കേണ്ടത്? അതോ കടലല്ലാത്ത പ്രദേശം, കര എന്ന രീതിയിലാണോ അർത്ഥമാക്കേണ്ടത്? എന്തു തന്നെയായാലും സ്ഥലത്തെയാണ് കര എന്ന വാക്കിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ദേശം, നാട് എന്നീ പദങ്ങളിലൊന്ന് ഉപയോഗിച്ചാൽ മതിയാകുമായിരുന്നു. എന്നാൽ പടയണിക്കര എന്ന വാക്കാണ് ഉപയോഗിച്ചു കാണുന്നത്. അതായത് കര എന്ന് പറയുമ്പോൾ ഇത് ഏതോ ഒരു നദിയുടെ തീരത്തു നടന്ന ചടങ്ങ് എന്ന അർത്ഥത്തിലാവും പടയണിക്കര എന്ന പ്രയോഗം നടത്തിയതെന്ന് കരുതാം. കാരണം കടലിൻ്റെ തീരങ്ങളിലല്ല പടയണി നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കടൽ കര എന്ന തിരിവ് അല്ല പടയണിക്കര എന്നത്. കൂടാതെ പടയണിക്കരകളെ ദിക്കുകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ഒരു രീതിയും നിലനിന്നിരുന്നു. ഒരുപക്ഷെ പേര് കേട്ട പടയണി നടന്ന ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സംസ്കൃതിയുടെ ചിട്ടപ്പെടുത്തലുകൾക്ക് പങ്കുവഹിച്ച നീരൊഴുക്കായ പമ്പയുടെ കരതിരിച്ചുള്ള വിഭജനത്തിൽപ്പെടുത്തി തെക്ക് വടക്ക് എന്ന സൂചകം ഉപയോഗിച്ചു എന്ന് കരുതുന്നതിലും തെറ്റില്ല. ഒരു കാലത്ത് പടയണി ആഘോഷങ്ങളിൽ പേരുകേട്ടതും മറ്റു കരകളെ അപേക്ഷിച്ച് പ്രശസ്തിയുള്ളതുമായ അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ തിരിവുണ്ടായതെന്ന് കരുതാം. കാരണം ക്ഷേത്രത്തിൻ്റെ വടക്കും തെക്കും തിരിച്ചുള്ള കരകൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തുകൂടി ഒഴുകുന്ന പമ്പയാറിൻ്റെ വടക്കും തെക്കും പടയണിക്കരകളായി ചിട്ടപ്പെടുത്തുമ്പോൾ ഭൂമിശാസ്ത്രപരമായി വടക്ക് കരകളുടെ കൂട്ടത്തിൽ കോട്ടാങ്ങാൽ, എഴുമറ്റൂർ, തെള്ളിയൂർക്കാവ്, കവിയൂർ, കല്ലുപ്പാറ, കദളിമംഗലം, പോർട്ടുക്കാവ്, പൂഴിക്കുന്ന്, തോട്ടപ്പുഴശ്ശേരി, ഓതറ, നല്ലൂർ സ്ഥാനം, നെടുമ്പ്രയാർ, കുന്നന്താനം, ആലപ്പറ, പുല്ലാട്, കൊറിയന്നൂർ, മുണ്ടങ്കാവ് എന്നീ കരകളും തെക്കുകരകളുടെ കൂട്ടത്തിൽ നാരങ്ങാനം, ഇലന്തൂർ, കിടങ്ങൂർ, പള്ളിമുക്കം, കടമ്പനട്ട, കുരമ്പാല, വലഞ്ചുഴി എന്നീ കരകളുമായി തിരിച്ചു കാണുന്നുണ്ട്. അതിരുവിട്ട ആർഭാടങ്ങളിലൂടെയും കരതിരിഞ്ഞ വാശി മത്സരങ്ങളിലൂടെയും പടയണി ആഘോഷങ്ങൾ നീങ്ങുകയും കരമത്സരങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ കൊലപാതകങ്ങൾ വരെ പടയണി ആഘോഷങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ സഹികെട്ട് സാമുദായിക നേതാക്കന്മാരും സന്യാസിമാരും ഒന്നു ചേർന്ന് സർവ്വകരകളിലെയും പടയണി ആഘോഷങ്ങൾ പൂർണ്ണമായി നിർത്തലാക്കി. ഏറെക്കാലം മുടങ്ങിപ്പോയ പടയണി അന്നു ജീവിച്ചിരുന്ന പടയണി ആശാന്മാർ ഓർത്തുവച്ച അറിവുകൾ വെച്ച് പടയണിയെ അവരവരുടെ നാട്ടിൽ ചിട്ടപ്പെടുത്തി. ഓരോ ദേശത്തെയും ആശാന്മാരുടെ ഓർമ്മകളുടെ അറിവുകളുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഓരോ നാടിൻ്റെയും പ്രമാണങ്ങളായി മാറിയത്. എങ്കിൽ പോലും ഏതാണ്ട് 40-50 വർഷത്തിനപ്പുറം സർവദേശികമായി താരതമ്യേന പടയണിയിൽ ഒരേ ഭാവവും ഒരേ താളവും ഒരേ പാട്ടുരീതിയും ഒക്കെയാണ് നിലനിന്നിരുന്നത്. പടയണിയിലെ കോലപ്പാട്ടുകളുടെ പാട്ടുരീതി മാറ്റവും മേള സമ്പ്രദായത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും കോലങ്ങളിൽ എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന വ്യത്യസ്ത സമീപനവും കണ്ട് പടയണിയിൽ ചിട്ട മാറിയതായി കാണരുത്. ഇത് പ്രാദേശിക മാറ്റം മാത്രമാണെന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. കൊണ്ടും കൊടുത്തും ഒന്നായിത്തീർന്ന പടയണി എന്ന അനുഷ്ഠാന കലാരൂപത്തെ ദിക്ക്, ചിട്ട, മാർഗം എന്നീ ഉപാധികളെ കൊണ്ട് തിരിച്ചു നിർത്താനുള്ളതല്ല എന്ന ബോധ്യമാണ് പടയണിക്കാർക്ക് ആദ്യം ഉണ്ടാകേണ്ടത്.